ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്കണോമിക്സും മാനേജറിയൽ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, എക്കണോമിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മാനേജറിയൽ എക്കണോമിക്സ് എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ 9 പോയിൻറ്റ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ പോയിൻറ്റ്സായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ പോയിൻറ്റ് ഫോർമുലേറ്റ്സ് എ ലോസ്. LAWS ആണ്, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. LOSS അല്ല, ഇത് നിയമം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഫോർമുലേറ്റ്സ് ലോസ്. രണ്ടാമത്തെ പോയിൻ്റ് മാനേജറിയൽ എക്കണോമിക്സ് ആയിട്ട് പറയുന്നുണ്ട്, അപ്ലൈസ് സച്ച് എ ലോസ് ടു ദ ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് പറയുന്നത് എക്കണോമിക്സിലായിരിക്കും നിയമങ്ങൾ, അതായത് നമ്മൾ ഈ ബിസിനസ് മാനേജറിയൽ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്ന ഓരോ തിയറീസിൻ്റെ നിയമങ്ങൾ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സബ്ജക്റ്റിലാണ്? എക്കണോമിക്സിലാണ്. ഓക്കെ, മാനേജറിയൽ എക്കണോമിക്സിൽ എന്താണ്, ആ ഫോർമുലേറ്റ് ചെയ്ത ലോസ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിൻറ്റ് ഡീൽസ് വിത്ത് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ആസ്പെക്ട്സ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചുകൾ നമ്മൾ പഠിച്ചിരുന്നു നേരത്തെ തന്നെ. എക്കണോമിക്സിൽ 2 മാക്രോ എക്കണോമിക്സ് ആസ്പെക്റ്റും മൈക്രോ എക്കണോമിക് ആസ്പെക്റ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. മാനേജറിയൽ എക്കണോമിക്സിലോ ഡീൽസ് ലാർജ്ലി വിത്ത് മൈക്രോ ആസ്പെക്ട്സ്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് പറഞ്ഞാൽ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സെക്ഷൻ മാത്രം എടുത്ത് പഠിക്കുക, കാരണം ഇവിടെ മാക്രോ എക്കണോമിക്സ് ഇല്ല, മൈക്രോ ആസ്പെക്ട്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ പോയിൻറ്റ് ഡീൽസ് വിത്ത് ഓൾ തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, നെയിംലി റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. നേരെ മറിച്ച് തേർഡ് പോയിൻ്റ് ഇപ്പുറത്ത് എന്താ പറയുന്നത്, ഡീൽസ് വിത്ത് പ്രോഫിറ്റ് തിയറി ഓൺലി. ഇവിടെ എന്താണ്, എക്കണോമിക്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് തിയറീസ്, വേജ് തിയറി, റെൻറ്റ് തിയറി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതിനെക്കുറിച്ചെല്ലാം ഡീൽ ചെയ്തതാണ് എക്കണോമിക്സ്. പക്ഷേ മാനേജറിയൽ എക്കണോമിക്സ് നമ്മൾ എന്തിൻ്റെ ബിസിനസ് യൂണിറ്റ് ആയ കാരണം പ്രോഫിറ്റ് തിയറി മാത്രമേ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ നാലാമത്തെ പോയിൻറ്റ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് സയൻസ്. നമ്മൾ പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്, നോർമാറ്റീവ് സയൻസ് ആണ്. മാനേജറിയൽ എക്കണോമിക്സ് പറഞ്ഞാലോ ഓൺലി നോർമാറ്റീവ് സയൻസ് ആണ്. മാനേജറിയൽ എക്കണോമിക്സ് പറഞ്ഞാൽ നോർമാറ്റീവ് സയൻസ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് സയൻസ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് സയൻസ് എന്നുള്ളതിൽ നോർമാറ്റീവ് മാത്രമേ ഉള്ളൂ മാനേജറിയൽ എക്കണോമിക്സിൽ. അഞ്ചാമത്തെ പോയിൻറ്റ് ഡീൽസ് വിത്ത് തിയററ്റിക്കൽ ആസ്പെക്റ്റ്, ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്. അപ്പോൾ തിയറി, ഈ എക്കണോമിക്സിൽ തിയറി മാത്രമേ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അതിൻ്റെ ബിസിനസ് ലെവൽ ആപ്ലിക്കേഷൻ ഏതിലാണ്? മാനേജറിയൽ എക്കണോമിക്സിലാണ് പറയുന്നത്. ഓക്കെ, സ്റ്റഡി ഓഫ് ബോത്ത് ഫേം ആൻഡ് ഇൻഡിവിജ്വൽ. അതായത് എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞു മൈക്രോ മാക്രോ ഉള്ള കാരണം എന്താണ്, ഇവിടെ ഫേമും ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചും ഒരു ഹോൾ ഫേമിനെ കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ എക്കണോമിക്സിലുണ്ട്. പക്ഷേ മാനേജറിയൽ എക്കണോമിക്സിൽ എന്ത് മാത്രമേ ഉള്ളൂ, സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് എ ഫേം ഓൺലി. ഒരു ഫേമിനെ മാത്രമേ നമ്മൾ ഇവിടെ എടുത്ത് പഠിക്കുന്നേ ഉള്ളൂ. ഏഴാമത്തെ പോയിൻറ്റ് കൺസിഡേഴ്സ് ഓൺലി ദ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക്സിലെ എക്കണോമിക് ഫാക്ടേഴ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. മാനേജറിയൽ എക്കണോമിക്സിലോ കൺസിഡറേറ്റ് ബോത്ത് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് മാത്രമല്ല, നോൺ എക്കണോമിക് ഫാക്ടേഴ്സും മാനേജറിയൽ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എട്ടാമത്തെ പോയിൻറ്റ് ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. എക്കണോമിക്സ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് ഗാഢമായി പഠിക്കുന്നുണ്ട്. മാനേജറിയൽ എക്കണോമിക്സോ ഇറ്റ് സ്റ്റഡീസ് മാനേജറിയൽ ബിഹേവിയർ. അതായത് മാനേജ്മെൻറ്റ് ലെവലിൽ മാത്രമാണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൽ പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഒമ്പതാമത്തെ വൈഡ് സ്കോപ്പാണ്. എക്കണോമിക്സിന് വൈഡ് സ്കോപ്പാണ്. മാനേജറിയൽ എക്കണോമിക്സ് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. അത് കാരണം അതിന് അത്ര ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ, വൈഡ് സ്കോപ്പ് ഇല്ല. പക്ഷേ എക്കണോമിക്സിന് അങ്ങനെയല്ല, വൈഡ് സ്കോപ്പ് ഉണ്ട്. ഓക്കെ.